കാരണം നമ്മൾ ഒരു വലിയ ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും മുഖത്താണുള്ളത്. അപ്പോൾ ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനുശേഷം ഇക്കാര്യങ്ങൾ, കാരണം ഒരു വാക്കിനും ഒരാൾക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തത്ര അതിതീവ്ര ദുഃഖത്തിലാണ്. വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ പോകാൻ കഴിയാതിരുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത്. ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളെന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ, അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. വിഷപ്പുകയും ശ്വസിച്ച് പൊള്ളലേറ്റ് അവർ ചേതനയേറ്റ ശരീരങ്ങളായി ഉറ്റവർക്കൊപ്പം മടങ്ങിയെത്തി. അതിൽ 5 പേർ മണ്ണോടലിഞ്ഞു. ഒരു പകൽ മുഴുവൻ വേദനയിൽ ഇരിഞ്ഞാണൊടുങ്ങുന്നത്. ഈ വേദനയിലും കുവൈറ്റിലെ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് സാന്ത്വനവുമായി ദുരിതാശ്വാസവുമായി എത്താൻ കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായി യാത്ര തിരിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒടുവിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചു. ദുഃഖസമയത്ത് ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് സർക്കാരും അനുമതി നൽകേണ്ടിയിരുന്നുവെന്ന് പ്രതിപക്ഷവും പ്രതികരിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുള്ളപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ സന്ദർശനം എന്തിനെന്ന് കേന്ദ്രവും നിലപാടെടുത്തു. ഈ ദുരന്ത നിമിഷത്തിൽ ഇന്ന് തുടങ്ങിയ 4ാമത് ലോക കേരള സഭ സമയോചിതമായോ എന്ന് പ്രതിപക്ഷം സംശയം പ്രകടിപ്പിക്കുന്നു. കോടികൾ ചെലവിട്ട 3 സഭകളുടെയും സംഭാവന എന്താണ് എന്ന മറ്റൊരു ചോദ്യം ഇതാണ്: രാഷ്ട്രീയം കളിക്കുന്നു. BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, നയതന്ത്ര വിദഗ്ധൻ KP ഫാബിയാൻ, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, CPM പ്രതിനിധി KS അരുൺകുമാർ എന്നിവരാണ് ചർച്ചയിൽ എനിക്കൊപ്പം. ആദ്യം BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിലേക്ക്. ഈ ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് ശരിയായോ ഇ കൃഷ്ണദാസ്? അരുൺ, നമസ്കാരം. ഏറ്റവും ദുഃഖകരമായ ഒരു ദിനമാണ് ഇന്ന് കേരളം കടന്നുപോയത്. ഇത്തരത്തിലൊരു ചർച്ച ഇന്ന് തന്നെ സംഘടിപ്പിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. എങ്കിലും നിങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ച സ്ഥിതിക്ക് ചില സംഗതികൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു ദുരന്തം ലോകത്ത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് NPDM എന്ന് പറയുന്ന നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പോളിസി പ്രകാരം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ പ്രകാരം സ്വാഭാവികമായിട്ടും ഒരു വിദേശ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്ന സമയത്ത് അവിടെ മലയാളി എന്നോ തമിഴനെന്നോ അല്ലെങ്കിൽ തെലങ്കാനയിലത്തെ ആളാണെന്നോ ഉത്തർപ്രദേശിലെ ആളെന്നോ എല്ലാം ഭാരതീയരാണ്. ഇന്ത്യ സർക്കാർ ഇത്തരത്തിൽ അപകടം നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കേന്ദ്ര സർക്കാർ. സ്വാഭാവികമായിട്ടും ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഈ സംഭവം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 12-ാം തീയതി പുലർച്ചെ 4:30 മണിക്കാണ്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിക്കുന്നു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗിനെ അദ്ദേഹം കുവൈറ്റിലേക്ക് അയക്കുന്നു. വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നു. അരുൺകുമാർ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഉച്ചയ്ക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ ക്യാബിനറ്റ് കൂടിയിട്ട് വീണ ജോർജിനെയും അതേപോലെ NHMൻ്റെ ഡയറക്ടറെയും കുവൈറ്റിലേക്ക് അയക്കണമെന്ന തീരുമാനമെടുക്കുന്നത്. ഇതിനോടകം തന്നെ അവിടെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വീണ ജോർജ് എപ്പോഴാണ് വിമാനത്താവളത്തിൽ എത്തിയത്? വൈകിട്ട്. ഇന്ന് കാലത്ത് ഈ പറയുന്ന കേരളത്തിലെ നിന്ന് മരണപ്പെട്ടിട്ടുള്ള 23 മൃതദേഹങ്ങളുമായി അവിടുന്ന് വിമാനം പുറപ്പെടാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ വീണ ജോർജ് ഇനി എങ്ങാനും അവരുടെ ഉദ്ദേശശുദ്ധി എന്ന് നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. കേരള സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇതിൽ ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ഒരു രീതിയുണ്ട് അവിടെ എത്തുക എന്നുള്ളത്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സംഗതി പറഞ്ഞത്, ഇതിനെല്ലാം ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ട് ഉണ്ട്.
വളരെ വ്യക്തമാണ്. താങ്കൾ NPDM-നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു ചോദ്യമുള്ളത്, NPDM-ൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് എനിക്ക് തോന്നുന്നു എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാഷണൽ പോളിസിയാണ്. അതിൽ പറയുന്നുണ്ട്, ത്രൂ ഇൻവോൾവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിലാണെങ്കിൽ പുറത്താണെങ്കിലും നമുക്കൊരു ഡിയാസ്പോറയുണ്ട്. കേരളത്തിലെ സമൂഹമാണ് കുവൈറ്റിൽ തന്നെയുള്ള ഇന്ത്യക്കാരിൽ കൂടുതൽ. കുവൈറ്റിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള വിദേശികൾ ഇന്ത്യക്കാരാണ്. അവരിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ്. നമുക്ക് പറയാം, ഇവരിൽ തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് മലയാളികളാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ തുടർച്ചയായി കഴിഞ്ഞ 48 മണിക്കൂർ എല്ലാ മാധ്യമങ്ങളും ആ വാർത്തയ്ക്കൊപ്പം നിന്നത്. അപ്പോൾ അവിടെ പരിക്കേറ്റിരിക്കുന്ന 27 മലയാളികളുണ്ട്. അവർക്കൊരു സാന്ത്വനമായി കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായി കേരളത്തിൻ്റെ മന്ത്രി പോകുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാരിനും BJPക്കും എന്താണ് ബുദ്ധിമുട്ട്? അരുൺ, അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന സംഗതി ഉണ്ട്. ഇന്ന് കേരളം ചോദിക്കുന്നു, നാളെ പിന്നാലെ തെലങ്കാനയിലെ മന്ത്രി പറയും എനിക്കും പോകണം എന്ന് പറയും, തമിഴ്നാട്ടിലെ മന്ത്രി പറയും എനിക്കും പോകണം പറയും. അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഭാരതം എന്ന രാജ്യത്തെയാണ്, സംസ്ഥാനങ്ങളല്ല. കേരളം എന്നൊരു സംസ്ഥാനം, തെലങ്കാനയിലെ മന്ത്രി, ഉത്തർപ്രദേശിലെ മന്ത്രി, പഞ്ചാബിൽ നിന്ന് ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഞ്ചാബിലെ മന്ത്രി പറയണം ആ മൃതദേഹം കൊണ്ടുവരാൻ ഞാൻ തന്നെ പോകണം. അപ്പൊ ഇതൊരു പാൻഡോറാസ് ബോക്സ് നമുക്ക് തുറക്കാം എന്നല്ലാതെ ഇതിന് ഒരിക്കലും ഒരു അവസാനമുണ്ട്. എനിക്കിത് മനസ്സിലായി. അരുൺ നോക്കൂ, അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ചത്. ഇതൊരു പാൻഡോറസ് ബോക്സ് തുറക്കുകയാണ്. നാളെ മറ്റു സംസ്ഥാനങ്ങളും ഇത് ആവശ്യപ്പെടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഇതേപോലെ ഏതെങ്കിലും ഒരു ദുരന്തമുഖത്തെത്തിയാൽ അങ്ങനെ സംസ്ഥാന സർക്കാരിനെ എംബസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ദുരിതാശ്വാസ ക്രമീകരണങ്ങൾ നടത്താൻ അനുവദിക്കുന്നത് എങ്ങനെയാണ്? അത് നടത്തേണ്ടത് കേന്ദ്ര മന്ത്രാലയമാണ്, വിദേശകാര്യ മന്ത്രാലയമാണ്. അവിടെ വളരെ വേഗം വിദേശകാര്യ സഹമന്ത്രി എത്തി, കീർത്തി വർദ്ധമാൻ സിംഗ് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചു. ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ഈ മൃതദേഹങ്ങളെല്ലാം വളരെ വേഗം തന്നെ നാട്ടിലെത്തിച്ചു. വേണ്ടത്ര ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തി. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പോകാനായി ഇറങ്ങിയതും അതിന് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും ഈ NPDM അടക്കമുള്ള പോളിസികൾ നിലവിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ ഭാഗമല്ല. അങ്ങനെയുള്ള SOPകൾ നിലവിലിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് എന്ത് അവകാശമാണുള്ളത്? യഥാർത്ഥത്തിൽ വിദേശകാര്യ സഹമന്ത്രിയോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നില്ലേ വേണ്ടത്? ഏതെങ്കിലും തരത്തിൽ സെൻട്രൽ ഗവൺമെന്റിനെ ഓവർകം ചെയ്യാനോ സെൻട്രൽ ഗവൺമെന്റിന്റെ കോർഡിനേഷൻ പരിപാടികൾക്ക് വിഘാതമായി നിൽക്കാനോ വേണ്ടിയിട്ടല്ലല്ലോ. ഒരു ദുരന്തമുണ്ടായി, അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ്. ആ സമയത്ത് ഏകദേശം 40-ലധികം പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ പകുതിയിലധികം പേർ മലയാളികളാണെന്നും അതിൽ കൂടുതൽ ആളുകൾ പരിക്കേറ്റിട്ടുണ്ടെന്നും അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സ്പെഷ്യൽ മന്ത്രിസഭാ യോഗം കൂടിയത്. ആ സ്പെഷ്യൽ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആരോഗ്യമന്ത്രി പോകട്ടെ. പ്രധാനമായും അങ്ങ് പോകുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള മലയാളികളെ ആശ്വസിപ്പിക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, വിദേശത്ത് നടക്കുന്ന ഒരു അപകടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനും അതിന്റെ പ്രതിനിധികൾക്കുമാണ് ഇത്തരത്തിലുള്ള കോർഡിനേഷൻ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയൂ. അതിനുവേണ്ടി വിദേശകാര്യ സഹമന്ത്രി പോയതും മറ്റു കാര്യങ്ങളെല്ലാം ഉച്ചയോടുകൂടി വാർത്തയായി. അപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ NHM ഡയറക്ടറും അവിടെ പോകുവാനും അവിടുത്തെ മലയാളികളെ ആശ്വസിപ്പിക്കാനും ആ ദുരന്തത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരം ശേഖരിക്കാനും അതുപോലെ പരിക്കേറ്റവർക്ക് കൂടുതൽ ചികിത്സ ഉറപ്പുവരുത്താനും എല്ലാമുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമല്ല. ഇപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അനുമതി നിഷേധിച്ചതിലൂടെ എന്ത് നേട്ടമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയത്? പണ്ടിവിടെ പ്രളയകാലത്ത് 1 രൂപ പോലും വിദേശത്തുനിന്ന് സഹായം വാങ്ങിക്കാൻ പാടില്ല, അത് കേന്ദ്രത്തിന്റെ പോളിസിക്കെതിരാണ് എന്ന് പറഞ്ഞ് പല രൂപത്തിലുള്ള വിദേശ സഹായങ്ങളെയും നിരുത്സാഹപ്പെടുത്തുകയും തിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം കോവിഡ് വന്നപ്പോൾ എവിടെ പോയി ആ പോളിസി? വിദേശ സഹായം വേണമെന്ന ഏറ്റവും ആവശ്യം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടില്ലേ? ആ കേരളത്തിൽ പ്രളയമുണ്ടായി, ഈ സംസ്ഥാനം തകർന്ന് തരിപ്പണമായപ്പോൾ പോളിസി ഇതാണ്, വിദേശ സഹായം പാടില്ല. പക്ഷേ കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിദേശ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഹായം സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള നോംസ് പാലിക്കുന്നില്ല, ഇത്തരത്തിലുള്ള സർക്കുലറുകൾ പാലിക്കുന്നില്ല, പൊതുരീതികൾ പാലിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിപ്പോ ഒരു ആശ്വാസ നടപടികളുടെ ഭാഗമായി ഒരു ദുരന്തമുഖത്തേക്ക് പോകാനല്ലേ. ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അധിക സാമ്പത്തിക ബാധ്യതയോ മറ്റേതെങ്കിലും ലൈബിലിറ്റീസോ വരുന്നില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി ആശ്വാസ നടപടികളുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ
അത് വൈകുന്നേരം 9:40 ഫ്ലൈറ്റിന് പോകാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് എറണാകുളത്ത് വന്ന് വിമാനത്താവളത്തിന്റെ അടുത്ത് സ്റ്റേ ചെയ്യുമ്പോഴാണ് കേന്ദ്ര അനുമതി നിഷേധിച്ചുവെന്നും രാഷ്ട്രീയ അനുമതി ഇല്ല എന്നുള്ള വിവരം വളരെ വൈകി മാത്രം അറിയുന്നത്. ഇപ്പോൾ അവിടെ കുവൈത്തിൽ പോകാൻ എത്ര സമയം വേണമെന്ന് നമുക്കറിയാം. രാത്രികാലങ്ങളിലാണ് അവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത്. നമുക്കറിയാം ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന്റെ ഏകദേശം 1-2 മണിക്കൂർ മുമ്പാണ് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത്. അത്തരത്തിലുള്ള കോർഡിനേഷന്റെ ഭാഗമായി ഒരു സംസ്ഥാന മന്ത്രി അരുൺ ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് മറുപടി പറയട്ടെ. ഇന്ന് പ്രതിപക്ഷം ഈ വിഷയത്തിലെടുത്ത നിലപാടും സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് തന്നെയായിരുന്നു. ജിൻഡോ, ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്, അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അവകാശം നൽകുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നാണ്. അതിൽ ഡോക്ടർ ജിൻഡോ ജോൺ യോജിക്കുന്നുണ്ടോ? നമ്മളുടേത് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധം വളരെ ശക്തമായൊരു പ്രവാസി സമൂഹമാണ്, പ്രത്യേകിച്ച് മധ്യേഷ്യയിൽ. അതുകൊണ്ട് ആ സമൂഹത്തിലുള്ളവരെ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മളുടെ സർക്കാരിൻ്റെയും നമ്മളുടെ രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യമാണല്ലോ. അവിടെ KMCC ആണ് കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്, കല എന്ന മറ്റൊരു സാംസ്കാരിക സംഘടനയാണ്. ഇതൊക്കെ മലയാളികളുടെ സംഘടനകൾ കൂടിയാണ്. കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നതും മലയാളികളാണ്, ഒരു മലയാളിയുടെ കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു പ്രതിനിധി അയക്കുന്നതിൽ തെറ്റെന്താണ്? കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നം ഇവിടെയുണ്ടോ ഡോക്ടർ ജിൻഡോ ജോൺ? അല്ല, അതിലൊരു സംശയവും വേണ്ടല്ലോ. അരുൺ, ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തിൽ മന്ത്രി വീണ ജോർജിനെ അവിടേക്ക് പോകാൻ, കുവൈറ്റിലേക്ക് പോകാൻ അനുവദിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടിയെ 100% എതിർക്കുക തന്നെയാണ്. അതൊരു ശരിയായ നടപടിയായിരുന്നില്ല. ഈ സമയത്തൊന്നുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എടുത്ത് പ്രയോഗിക്കേണ്ടത്. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് കേന്ദ്ര സർക്കാർ വേണ്ടതെല്ലാം ചെയ്തു എന്നാണ്. അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട്, ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നടപടികളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആർക്കും പരാതിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗത്തെ അവിടേക്ക് അയക്കാൻ, പ്രത്യേകിച്ച് മലയാളികളാണ് ഇതിൽ ഏറ്റവും ദുരന്തത്തിൽ ഏറ്റവും ബാധിക്കപ്പെട്ട മനുഷ്യർ എന്നുള്ള നിലയ്ക്ക്, മലയാളി സമൂഹമാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ട് അവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് അവിടെ പോയി നേരിട്ട് അക്കാര്യത്തിൽ ഇടപെടാനായിട്ട് ഒരു മന്ത്രി അയക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് അനുവദിക്കാതിരിക്കുന്നത് കൊണ്ട് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് ലാഭമാണ്, എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം, നാളെ മറ്റ് സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണ്ടേ എന്ന്. ഞാൻ ചോദിക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിസഭയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ മന്ത്രിസഭാ അംഗങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാർ ആരെങ്കിലും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായാൽ പോകണം, ഞങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു അംഗത്തെ അങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെട്ടാൽ വിടുന്നതിന് ഈ കേന്ദ്ര സർക്കാരിന് എന്താ എത്ര പ്രയാസം? ഓരോ സംസ്ഥാനത്തെ ഭാഷാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ആ നാട്ടിലെ ആളുകളുമായിട്ട് കൂടുതൽ സംവദിക്കാൻ ശേഷി ഉണ്ടാകുക ആ സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിനിധികൾക്കോ ആയിരിക്കുമല്ലോ. ഇവിടെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമില്ല. KMCC അടക്കമുള്ള പ്രവാസി സംഘടനകളാണ് ഏറ്റവും കൂടുതൽ അതിൽ ഉത്തരവാദിത്തപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങളെക്കാൾ വലിയ സേവനങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. സർക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ സർക്കാരിനോടൊപ്പം തന്നെ മലയാളി സംഘടനകളുടെ വലിയ ഒരു പരിശ്രമം അത് നമ്മൾ കാണണ്ടേ? അപ്പോൾ മന്ത്രി വീണ ജോർജിനെ വിടാതിരുന്നത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമായിരുന്നു. അത് തെറ്റായിരുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. മന്ത്രി വീണ ജോർജ് കേരള സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ പോയിക്കൊണ്ട് ഒരൊറ്റ കാര്യം പൂർത്തിയാക്കട്ടെ, ഭരണപരമായോ സാമ്പത്തികമായോ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാകുമായിരുന്നോ? ഒരു രീതിയിലും ബാധ്യത ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ മന്ത്രിക്ക് സാധിക്കും. നയതന്ത്ര പ്രതിനിധി KP ഫാബിയനിലേക്ക് കൂടി വരാം. KP ഫാബിയൻ, ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിക്ക് നൽകാതിരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് കേന്ദ്രം നൽകിയത്? ശരിയാണ്, ഇത് കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ്, യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അതിൽ വിദേശകാര്യ സഹമന്ത്രിക്കാണ് എംബസിയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ പ്രകാരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയൂ. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ മലയാളികളുടെ ഒരു വലിയ ഡിയാസ്പോറയുണ്ട്. ആ പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം അവരെ ആത്മവിശ്വാസത്തിൽ കൊണ്ടുവരാനും ഉള്ളുലഞ്ഞു പോയ മനുഷ്യരെ ഒന്ന് ചേർത്തു പിടിക്കാനും കേരളത്തിൽ നിന്നൊരു മന്ത്രി പോകുന്നത് കൊണ്ട് എന്താണ് കേന്ദ്രത്തിലെ മന്ത്രിസഭയുടെ നയത്തിന് സംഭവിക്കാൻ പോകുന്ന ആഘാതം? എന്താണ് സർക്കാരിന് കുഴപ്പം? ശ്രീ KP ഫാബിയൻ. താങ്ക് യു. ഞാൻ 3 കൊല്ലം ജോയിൻറ്റ് സെക്രട്ടറി കോർഡിനേഷൻ ആയിരുന്നു. അപ്പോൾ MEAയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജോയിൻറ്റ് സെക്രട്ടറി കോർഡിനേഷനാണ് ഡീൽ ചെയ്യുന്നത്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ. കുവൈറ്റിൽ ഈ തീപിടുത്തം ഉണ്ടായത് അവിടുത്തെ 3 മണിക്കാണ് ലോക്കൽ ടൈം, അതായത് നമ്മുടെ 5:30 മണിക്ക് കാലത്ത്. എപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇത് അറിഞ്ഞത്? ഞാൻ ചെക്ക് ചെയ്തു. കേന്ദ്ര സർക്കാർ ഇത് അറിഞ്ഞത് 12 മണിക്കാണ്.
അപ്പോൾ എത്ര മണിക്കൂർ എടുത്തു ആലോചിച്ച് നോക്കൂ. 5:30 സംഭവം തന്നെയുമല്ല, കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് 3 മണിക്കുണ്ടായി. 4:30 മണിക്കാണ് ഫയർ എഞ്ചിൻസ് പോകുന്നത്. എത്ര നേരം എടുത്തു നോക്കൂ. ഒരു അഫ്ലുവൻ പാർട്ടിലായിരുന്നെങ്കിൽ ഫയർ എഞ്ചിൻസ് 5 മിനിറ്റ് മുമ്പേ എത്തിയതിന്. അതൊന്ന്. പിന്നെ 6 മണിക്കാണ് കുവൈറ്റിലെ ഹോം മിനിസ്ട്രി അറിയുന്നത്. നമ്മുടെ എംബസി അറിയുന്നത് 9 മണിക്കാണ്. 9 മണിക്കാണ് എംബസി തുറക്കുന്നത്. അപ്പോൾ എത്ര മണിയായി? 11:30 മണിയായി. അതുകൊണ്ടാണ് MEIക്ക് 12 മണിക്കാണ് വിവരം കിട്ടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ വളരെ ഡിലേഡ് ആയിരുന്നു. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിന്, അപ്പം ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നെങ്കിൽ, കോർഡിനേഷൻ ആയിരുന്നെങ്കിൽ, ഞാനത് മിക്കവാറും റെക്കമെൻഡ് ചെയ്തേനെ. അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നാഗാലാൻഡിൽ നിന്ന് ഒരു ഹെൽത്ത് മിനിസ്റ്റർ പോകണമെന്ന് നാളെ ചോദിച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. നമ്മൾ ബ്യൂറോക്രസിയിൽ ഒരു പ്രശ്നത്തെപ്പറ്റി കാര്യമായി പഠിച്ച് തക്കതായ തീരുമാനമെടുക്കുക. അല്ലാതെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് നാഗാലാൻഡിൽ നിന്നും കശ്മീരിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും നാളെ 2 പേര് ചോദിക്കാൻ പോവുകയാണ്. അതൊന്നും ഒരു യുക്തി പറഞ്ഞ ഇതല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ, ദുരന്തങ്ങൾ വരുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് ഒരു മന്ത്രിയെ അയക്കുന്നതിനും എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം അപ്പോൾ അംബാസിഡർക്ക് മന്ത്രിയുടെ കൂടെ എപ്പോഴും നിൽക്കണം. സ്വന്തം ജോലി ചെയ്യാൻ ഉള്ള സൗകര്യം കിട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ MEA അഭിനന്ദിക്കുന്നു. കാരണം അവർ ജോയിൻറ്റ് സെക്രട്ടറി ഗൾഫിനെ ഉടനെ അയച്ചു. അത് നല്ല കാര്യമാണ്. മന്ത്രിയെ അയക്കുന്നത് അറിയാമല്ലോ താങ്കൾക്ക്, 1991 വലിയ ഇവാക്യുവേഷൻ. അതെ. അതിൽ ഗുജറാത്ത് ഒരു പ്രാവശ്യം വന്നു, സദ്ദാം ഹുസൈനെ കണ്ടു, അതിനുള്ള സമ്മതം വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു മന്ത്രിയും ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ പോയിട്ടുണ്ടായിരുന്നു അമ്മാനിലേക്ക്, ഞാനും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പക്ഷേ അതൊന്നും എന്താ പറയുക, ഒരു എംബസിക്ക് കൂടുതൽ മാൻ പവർ കൊടുക്കണമെങ്കിൽ കൊടുക്കൂ, അടുത്ത എംബസികളിൽ നിന്നൊക്കെ കൊടുക്കൂ. അല്ലാതെ ഒരു മന്ത്രി അയച്ചിട്ട് അതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വളരെ വ്യക്തമായ അഭിപ്രായമാണ് ശ്രീ KP ഫാബിയാൻ. എനിക്ക് BJP പ്രതിനിധി അഡ്വക്കേറ്റ് E കൃഷ്ണദാസിൽ നിന്ന് മറുപടി വേണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം BJP പ്രതിനിധി അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നമ്മളുടെ ഇതൊരു കോമ്പറ്റേറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം ആകണമെന്നുള്ളതാണ്. മത്സരാധിഷ്ഠിതവും എന്നാൽ സൗഹൃദാടിസ്ഥാനത്തിലുള്ളതുമായ ഒരു ഫെഡറലിസം ഉണ്ടാവണം എന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നയതന്ത്ര വിദഗ്ധൻ പറഞ്ഞതുപോലെ, വൈകി അറിഞ്ഞതാണ് എംബസി. ശരി, സമ്മതിക്കുന്നു, അതിന് ഭരണപരമായ ചില പരിമിതികളുണ്ട്. പക്ഷേ അവിടെ ഓടിയെത്തിയ സാധാരണക്കാരായ മലയാളി പ്രവാസി സംഘടനകളുണ്ട്, അവർ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഡയാസ്പോറ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മലയാളികളുടെ കൂട്ടായ്മയാണ് വളരെ വേഗം ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്, എംബസിയും മറ്റുള്ള ഏജൻസികളുമൊക്കെ എത്തുന്നതിന് മുൻപ്. അവർ ആ ദൃശ്യങ്ങൾ കണ്ട് നടുങ്ങിയിരിക്കുന്നവരാണ്, അവരുടെ ആത്മവിശ്വാസം ഒന്ന് ഉലഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹത്തെ ആശ്വസിപ്പിക്കാനും ആശുപത്രിയിലുള്ള മലയാളികളെ പോയി കാണാനും അവർക്ക് ആശ്വാസം പകരാനുമായി മന്ത്രിയെ അയക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ, അതിന് പ്രതിപക്ഷം പോലും പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, അതിനെ എതിർത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് എന്ത് നേട്ടമാണുള്ളത്? സാമ്പത്തികമായോ ഭരണപരമായോ എന്ത് നേട്ടമാണ് സർക്കാരിന് കിട്ടുക? ശ്രീ കൃഷ്ണദാസ്. അപ്പോൾ അരുൺ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു വിദേശ രാജ്യത്ത് ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് അവിടെ മലയാളി ഡയസ്പറ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ അത്തരത്തിലല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാ ഭാരതീയർക്കും അപകടം പറ്റിയ മുഴുവൻ ആളുകൾക്കും അവരെ എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കുക എന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ മലയാളിക്ക് മാത്രം ഈ പറയുന്ന സഹായം എത്തിച്ചാൽ മതിയോ? അപ്പോൾ അവിടെ ഒരു വിദേശ രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്ന സമയത്ത് ഭാരതം ചിന്തിക്കുന്നത് ഭാരതീയരായിട്ടുള്ള മുഴുവൻ ആളുകളെയും എത്രയും എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, താങ്കൾ തെറ്റായ ഒരു ദിശയിലാണ് സഞ്ചരിക്കുന്നത്. എൻ്റെ ചോദ്യമോ ഈ പാനലിസ്റ്റുകളുടെ മറുപടിയോ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ അപകടത്തിൽപ്പെട്ടാൽ അവരെ ഭാഷ തിരിച്ച് സംരക്ഷിക്കണമെന്നതല്ല. അതിനാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ, അത് നന്നായി എംബസി കൈകാര്യം ചെയ്യണം, അതിൽ ആർക്കാണ് തർക്കം? പക്ഷേ അവിടെ ആ മരണപ്പെട്ടിരിക്കുന്ന മലയാളി സമൂഹം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വൈകാരികമായി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഏറെ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ കുറച്ച് കാര്യങ്ങൾ മലയാളികൾക്ക് ചെയ്യാൻ ഏറെ കഴിയുന്നൊരു മേഖലയാണ്. അവിടെ അവരാണ്
രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത്. മലയാളി മാത്രമല്ലല്ലോ മരിച്ചിരിക്കുന്നത് അരുൺ. അവിടെ മലയാളി മാത്രമാണോ മരിച്ചിരിക്കുന്നത്? അല്ല, സ്വാഭാവികമായി നോക്കൂ സാർ, ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു മന്ത്രി അയക്കുന്നത് കേരളത്തിലെ മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ കേരള സർക്കാർ ഉള്ളത്. ആ കേരള സർക്കാർ ആ പ്രശ്നങ്ങളാണല്ലോ പരിഹരിക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഓരോ സംസ്ഥാനവും ഞങ്ങൾ പോയി നേരിട്ട് നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെയല്ല, അതാണ് അങ്ങ് തെറ്റായ ദിശയിലാണ് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത്. നോക്കൂ കൃഷ്ണദാസ്, വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി കൂടി അവിടെ വരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? അല്ല, അവര് പുറപ്പെട്ടത് ഇന്നലെ രാത്രി. എംബസി അറിഞ്ഞത് എപ്പോഴാണ് സാർ? എംബസി ഈ വിവരം അറിഞ്ഞതും കേന്ദ്ര സർക്കാർ വിവരം അറിഞ്ഞത് എപ്പോഴാണ്? കേന്ദ്ര സർക്കാർ കുവൈറ്റിലെ തീപിടുത്തത്തിന്റെ വിവരം അറിഞ്ഞത് എപ്പോഴാണ് ശ്രീ കൃഷ്ണദാസ്? എനിക്ക് അതായത് ബഹുമാനപ്പെട്ട ഫാബിയാൻ സാറ് അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേന്ദ്ര സർക്കാരിന്. അദ്ദേഹം ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം കുവൈറ്റിൽ തീപിടുത്തം തുടങ്ങി ഇവിടെ രാവിലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടുത്തെ എല്ലാ ചാനലുകളും ഈ പറയുന്ന രീതിയിൽ ഈ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. 12-ാം തീയതി കാലത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 8-9 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ മുഴുവൻ ചാനലുകളും ഈ വാർത്ത പ്രക്ഷേപണം തുടങ്ങിയിട്ടില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേന്ദ്ര സർക്കാർ അറിഞ്ഞത്. അദ്ദേഹം ആരെ ഉദ്ധരിച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് രേഖ ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് എനിക്കറിയില്ല. അരുൺ എന്താ ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വിദേശകാര്യ സഹമന്ത്രി ആദ്യം ജോയിന്റ് സെക്രട്ടറി അയച്ചു, വളരെ നല്ല കാര്യം. പക്ഷെ വിദേശകാര്യ സഹമന്ത്രി പോകുന്നത് എപ്പോഴാണ്? വിദേശകാര്യ സഹമന്ത്രി പോകുന്നത് പിറ്റേന്ന് പുലർച്ചെയാണ്. തർക്കമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് പ്രധാനമന്ത്രി അടിയന്തരമായി യോഗം വിളിച്ച ശേഷമാണ് ആരാ പോണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കുന്നത്. അതിലൊന്നും തർക്കമില്ല. അവിടെയാണ് നമ്മൾ സമയത്തിന്റെ പ്രശ്നമല്ലല്ലോ. നോക്കൂ, നേരത്തെ ആണെങ്കിൽ നിങ്ങൾ അനുമതി കൊടുക്കുമായിരുന്നു കൃഷ്ണദാസ്. ശരി, സമ്മതിച്ചു. കേരള സർക്കാർ ഈ സ്പെഷ്യൽ ക്യാബിനറ്റ് വിളിച്ചത്, സ്പെഷ്യൽ മന്ത്രിസഭാ യോഗം വിളിച്ചത് വൈകിയാണെന്ന് കൂട്ടുക. അങ്ങനെ നേരത്തെയാണ് വിളിച്ചിരുന്നതെങ്കിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കുമോ? അല്ല, അതറിയില്ലല്ലോ. ഇതിലൊറ്റ സംഗതിയേ ഉള്ളൂ. 9:30 മണിക്ക് അവര് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്നു. അവിടെ ഇന്ന് കാലത്ത് 10 മണിയാകുമ്പോഴേക്കും ഇവിടെ മൃതദേഹം ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അത് ഈ മൃതദേഹങ്ങൾ എംബാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനല്ലല്ലോ കേരളത്തിൽ ഒരു മന്ത്രി അങ്ങോട്ട് പോകുന്നത്. അവിടെ പരിക്കേറ്റിരിക്കുന്ന വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന 27 പേരുണ്ട്. അവരോടൊപ്പം പോകുന്നത് ആരാണ്? നാഷണൽ നമ്മളുടെ NRHMന്റെ പ്രതിനിധി കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടോ? അവിടെയുള്ളവർക്ക് മറ്റെന്തെങ്കിലും വൈദ്യസഹായം ആവശ്യമുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒപ്പം അതിന് ചുമതലയുള്ള സെക്രട്ടറിയും പോയി നോക്കുന്നത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് കേന്ദ്ര സർക്കാരിന്? കുവൈറ്റിലെ ആശുപത്രിയിൽ ഈ പറയുന്ന എന്തെങ്കിലും സഹായം, ആരോഗ്യപരമായിട്ടുള്ള സംഗതികൾ എന്തെങ്കിലും സഹായം വേണോ എന്ന് കേരളത്തിലെ മന്ത്രി പോയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് അരുൺ, എനിക്കതാണ്. നിങ്ങൾ കേരളം എന്ന രീതിയിൽ ചിന്തിക്കാതെ ഭാരതം എന്ന രീതിയിൽ, ഭാരതത്തിന് ഒരു വിദേശകാര്യ മന്ത്രിയുണ്ട്, സഹമന്ത്രിയുണ്ട്. നിങ്ങൾ ഇപ്പോഴും കേരളത്തിലെ മന്ത്രി പോയാൽ മലയാളികൾക്ക് ഗുണകരമാകും. കേരളത്തിലെ സർക്കാർ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനപ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് മലയാളി സമൂഹത്തിൽ നിന്നാണ്. അത് അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ 2 കേന്ദ്രമന്ത്രിമാർ ഇന്ന് കേരളത്തിൽ വന്ന് ഈ കേരളത്തിലെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ പോയൊക്കെ അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നത്. അവർ തമിഴ്നാട്ടിലേക്കല്ലല്ലോ പോയത്, അവർ കേരളത്തിലാണല്ലോ വന്നത്. കേരളത്തിന്റെ ടൂറിസം പെട്രോളിയം വകുപ്പ് മന്ത്രി കേരളത്തിൽ നിന്നുള്ള MP ആയതുകൊണ്ടാണോ കേരളത്തിൽ മാത്രം പോയി ഈ പറയുന്ന അന്തിമോപചാരം അർപ്പിച്ചത്? എന്തുകൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടിലും കർണാടകയിലും പോയില്ല എന്ന് എനിക്ക് തിരിച്ചു ചോദിക്കാമല്ലോ. പക്ഷെ അതല്ല, അത് നമ്മളുടേതായ ഒരു രീതിയാണ്. കൂടുതൽ മലയാളികൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അവിടേക്ക് പോകും. അരുൺ, ഇത് നമ്മുടെ രീതി എന്ന് പിണറായി വിജയൻ പറയുന്ന മാതിരി പോകാൻ സാധിക്കില്ല. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അല്ലാതെ വെറുതെ തോന്നുന്ന പോലെ എനിക്കും പോകണം എന്ന് പറഞ്ഞിട്ട് പോകാൻ സാധിക്കില്ല. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് എംബസിയും കേന്ദ്രമന്ത്രിയുമാണെന്നിരിക്കെ അവിടെയുള്ള സമൂഹത്തെ കാണാനും അവരുമായി സംസാരിക്കാനും ഒരു സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്.
ഇനിയും പോകാമല്ലോ, ഇനി അവരെ എടുത്തു കൊടുക്കട്ടെ, അവിടുത്തെ സമൂഹത്തെ കാണാനും അവരെ സമാധാനിപ്പിക്കാനും ഇനിയും പോകണം പറഞ്ഞിട്ട് അവർ ഇനി ഒരു കത്ത് കൊടുക്കട്ടെ, ചിലപ്പോൾ അനുവദിക്കുകയായിരിക്കും. അവരുടെ ചോദ്യം ചെയ്യുന്നില്ല, അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. അല്ല, ഈ ദുരന്തമുഖത്ത് ഡോക്ടർ അരുൺ, ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരം ശൈലി തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഇവിടെ പാനലിസ്റ്റുകൾ ചോദിച്ചല്ലോ, രാഷ്ട്രീയപരമായും മറ്റ് സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഇത് ആരോഗ്യമന്ത്രിയെ അനുവദിച്ചിരുന്നുവെങ്കിൽ, പോകാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകുമായിരുന്നോ, കുറവുണ്ടാകുമായിരുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. ഒരു തരത്തിലുള്ള കുറവും മലയാളി കുടുംബങ്ങളെ കൃഷ്ണദാസ്, എന്താണ് ഉണ്ടാകുമായിരുന്നത്? സാമ്പത്തികമായി എന്ത് നഷ്ടമായിരുന്നു? കേരളത്തിന്റെ ധനമന്ത്രിയും NHMന്റെ ഡയറക്ടറും കൂടെ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഇവരൊക്കെ പോകുന്ന സമയത്ത് ഇത് ഇവിടെ നികുതി അടയ്ക്കുന്നവരുടെ പണം കൊണ്ടാണ് പോകുന്നത്. അത് കേരളത്തിന്റെ പണമാണ് എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. അത് ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ പണം കൊണ്ടാണ് അത് പോകുന്നത്. ഇത് ശരിക്കും താങ്കൾ ആലോചിച്ചുറപ്പിച്ചു പറയുന്ന വാദമാണോ കൃഷ്ണദാസ്? അവര് കയ്യിൽ നിന്ന് പൈസ കേരള സർക്കാർ ഒരു തീരുമാനമെടുത്ത് കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ മലയാളി സമൂഹത്തിന്റെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒരു പ്രതിനിധി അയക്കുമ്പോഴാണോ താങ്കൾ ഈ വാദം പറയുന്നത്? ഈ കൃഷ്ണദാസ്, കേരളത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, അത് നികുതി നഷ്ടമാണെന്ന്? ഞാൻ ഉത്തരം പറഞ്ഞത് എന്ത് നഷ്ടം എന്ന് ചോദിച്ച സമയത്താണ് ഞാൻ അതിന് ഉത്തരം പറഞ്ഞത്. എന്താണ് നഷ്ടം? അത് സാമ്പത്തിക നഷ്ടമായിട്ടാണോ താങ്കൾക്ക് മനസ്സിലാകുന്നത്? അതായത് കേന്ദ്ര സർക്കാർ ഇത് പരിഗണിച്ചിട്ടുണ്ടാവും. അവിടെ ബോഡി എല്ലാം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് തയ്യാറായി നിൽക്കുന്നു. ഈ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം എത്തിയിരിക്കുന്നു. എല്ലാ പ്രൊസീജിയറും മനസ്സിലായി അരുൺകുമാർ. അത് സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ട് ഇങ്ങനെ ഈ ദുരന്തമുഖത്ത് ഒരു മന്ത്രി പോകുന്നത് എന്തിനാണ്, ഒരു സെക്രട്ടറി പോകുന്നത് എന്തിനാണ് എന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ചോദിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമാകാതെ, SOPയുടെ ഭാഗമാകാതെ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ്. ഒരു നഷ്ടവും ഇല്ല എന്ന് അരുൺകുമാർ പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ഇത്ര ബാലിശമായിട്ടുള്ള ഒരു ഡിഫൻസ് BJPയുടെ പ്രതിനിധികൾ വന്ന് ഇത്തരം ചർച്ചയിൽ അവതരിപ്പിക്കുമ്പോൾ നിരവധി ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഈ ദുരന്തത്തിൽ ഹൃദയം തകർന്നിരിക്കുന്ന നിരവധി ആളുകൾ ഈ ചർച്ച കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിന്റെ ഒരു മോഡൽ നമ്മൾ കണ്ടു. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആ ശവശരീരങ്ങളുമായി, മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, MLA-മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എല്ലാവരും ഒരൊറ്റ മനസ്സായി രാവിലെ ഒരു 8:30-9 മണി മുതൽ ഉച്ചയ്ക്ക് എല്ലാ മൃതശരീരവും അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വരെ എത്ര കൂട്ടായ്മയോടെയാണ് അവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഒരു തരത്തിലുള്ള പ്രോട്ടോകോളും നോക്കിക്കൊണ്ട് മാറി നിൽക്കാൻ പറയുകയല്ല ചെയ്തത്. വിദേശകാര്യമന്ത്രി വന്ന് ഇറങ്ങുമ്പോൾ ആ വിദേശകാര്യമന്ത്രി നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി നിന്ന്, ഞാൻ ആ പൂർണ്ണ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, എത്ര ഐക്യത്തോടാണ് ഒരു കേരളത്തിന്റെ മോഡൽ. നമ്മൾ ദുരന്തമുഖങ്ങളിൽ ഇങ്ങനെയാണ്, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വൈരാഗ്യവും കാണിക്കാറില്ല. പ്രളയത്തിന്റെ സമയത്ത് ഹെലികോപ്റ്ററിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ വലതുവശത്ത് സഖാവ് പിണറായി വിജയൻ ഇരുന്നപ്പോൾ ഇടതുവശത്ത് ഇരുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അന്ന് രമേശ് ചെന്നിത്തലയാണ് ഇരുന്നത്. ദുരന്തമുഖങ്ങളിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ നിലപാട് സ്വീകരിക്കാറ്. പക്ഷേ ഹെലികോപ്റ്ററിൽ വന്ന് ഗർഭിണിയായ സ്ത്രീയെ രക്ഷിച്ചതിന് പണം ചോദിച്ചതും, അരി നൽകിയതിന് തുക തിരിച്ചു ചോദിച്ചതും, പിന്നീട് അരി നിഷേധിച്ചതുമെല്ലാം അത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓരോ സംസ്ഥാനങ്ങളും കൂടുന്നതല്ലേ ഈ രാജ്യം. സംസ്ഥാനങ്ങളുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെ ദുഃഖം തന്നെയാണ്. ഈ കേരളമായി മാറിയത് പ്രവാസികൾ നടത്തിയ ത്യാഗോജലമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ്. 35% ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ സംഭാവന പ്രവാസികളുടെ തന്നെയാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപും അതിനുശേഷം 60-കൾ 70-കൾ 80-കൾ എല്ലാം എടുത്തു നോക്ക്. ഗൾഫ് രാജ്യങ്ങൾ ശക്തിപ്പെട്ടതിന് ശേഷം നോക്ക്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു തീരാ ദുരന്തം തന്നെയാണ് ഈ അപകടം. ആ അപകടം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ ഒരു പ്രതിനിധി പോകുക, അവിടെ ചെന്ന് അവിടുത്തെ പ്രതിനിധികളെ കാണുക, പരിക്കേറ്റവരെ കാണുക, അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുക, ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം തന്നെ നിൽക്കുക. ഒരു തരത്തിലും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു അമിതാധികാരം കാണിക്കാനല്ല, പോകുക, ആശ്വസിപ്പിക്കുക. അത് തന്നെയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ലല്ലോ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചത്. NHM ഡയറക്ടറാണ്, ശ്രീ K. ജീവൻ ബാബുവാണ്. അത്തരത്തിലുള്ള രണ്ടുപേർക്ക് പോകാനുള്ള അനുമതി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ്
നമ്മൾ രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അത് എല്ലാ മനുഷ്യരും അങ്ങനെ നിൽക്കേണ്ടതുമാണ്. ഇവിടെ ഈ BJP പ്രതിനിധി വയ്ക്കുന്ന ഡിഫൻസ് എത്രമാത്രം ശക്തിയുള്ളതാണ്, എത്രമാത്രം ദുർബലമാണ്? രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഇത് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും. കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമല്ല. അന്തർദേശീയ ദുരന്തമുഖങ്ങളിൽ വിദേശകാര്യ സഹമന്ത്രിയാണ് പോകുന്നത്, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയാണ് പോകുന്നത്. എംബസി വഴിയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അവിടെ സംസ്ഥാനങ്ങൾക്ക് ഒരു റോളുമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് പോകുന്നത് കൊണ്ട് നികുതി നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. ശ്രീ അരുൺകുമാർ, അതിലേ എനിക്ക് അദ്ദേഹം എന്താ അങ്ങനെ സംസാരിക്കുന്നതെന്നാ, ഇതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വീണ ജോർജ് മന്ത്രിയും അടക്കമുള്ള ആളുകൾ സംസാരിച്ചതിനോടൊപ്പം നിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഭാരത സർക്കാരെന്നോ ഹിന്ദുസ്ഥാനെന്നോ അല്ലെങ്കിൽ ഇന്ത്യ എന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കട്ടെ, പക്ഷേ ഇതിൽ ഭാരതവും കേരളവും ഒക്കെ വ്യത്യസ്തമായിട്ട് പറയാനായിട്ട് ഇവർക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അദ്ദേഹം പറഞ്ഞത് നികുതി പണം ചെലവാക്കുമെന്ന്. ഇവിടെ നരേന്ദ്രമോദി കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രയോ രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. അതിൽ നിന്ന് എത്രത്തോളം ഗുണങ്ങൾ കിട്ടി എന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് വലിയ ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ, താങ്കൾ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ, ഭാരതത്തിന്റെ പൗരന്മാരായിട്ടുള്ള ആളുകൾ കുവൈറ്റിൽ വെന്ത് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര ഒഴിവാക്കിയില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് പോകാനുള്ള യാത്രകളുമായിട്ട് പോയി. അപ്പോൾ നികുതി പണം ചെലവാക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും അവിടെ സംസാരിക്കുന്നില്ല. അപ്പോൾ കേരളത്തിന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലൊരു മന്ത്രി അവിടെ പോയി അവിടുത്തെ ആളുകളെ, അവിടെ ജീവനോടെ അവശേഷിക്കുന്ന മനുഷ്യരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ ആശ്വസിപ്പിക്കാനും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനും അതിനെക്കുറിച്ച് അറിയാനും നേരിട്ട് ഇടപെടാനും പോകുന്നതിലെ നികുതി പണത്തിന്റെ ചെലവിനെ കുറിച്ച് മാത്രം BJP കണ്ണുവയ്ക്കുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അത് ശരിയായൊരു നിരീക്ഷണമല്ല. ദുരന്തമുഖത്ത് പണത്തിന് വിലയിടുന്നത് BJPയുടെ നിലപാടാണ്. എനിക്ക് മുമ്പ് അരുൺകുമാർ അത് കൃത്യമായിട്ട് സൂചിപ്പിച്ചു. പ്രളയം വരുമ്പോഴും അതിന് ഹെലികോപ്റ്റർ വരുമ്പോഴും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയതിന് പണം ചോദിക്കുകയും അരി തന്നതിനൊക്കെ പണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് BJPയുടെ ഒരു പ്രഖ്യാപിത നിലപാടാണ് ദുരന്തമുഖത്ത് പണം വാങ്ങുക എന്നുള്ളത്. രണ്ടാമത്തത്, ആ മനുഷ്യരുടെ അവസാന നിമിഷത്തിൽ പോലും കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ അവരുടെ അത്തരം ആശുപത്രി സാഹചര്യത്തിൽ, അവരുടെ അത്തരം അപകട സന്ദർഭങ്ങളിൽ പോലും കൂടെ നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ മന്ത്രിമാരും മന്ത്രിസഭയും നമ്മുടെ ജനപ്രതിനിധികളും ഭരണകൂടവും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നികുതി പണം ചെലവഴിക്കുന്നത്? അത്തരം ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മന്ത്രിയെ അവിടെ കുവൈറ്റിലേക്ക് സന്ദർശിക്കാനുള്ള അനുമതി നിഷേധിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ബാലിശമായിട്ടുള്ള ആക്ഷേപങ്ങൾ പറയാൻ പാടില്ല. ഒന്നാമത്തത്. രണ്ട്, നിങ്ങൾ ഈ പറയുന്ന സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ യാത്ര അദ്ദേഹം ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ അരുൺകുമാർ തന്നെ ചോദിച്ച ഒരു ചോദ്യമില്ലേ, എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രിമാരടക്കം നെടുമ്പാശ്ശേരിയിൽ വന്ന് മൃതദേഹത്തെ ആദരവ് പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നത്, എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാതിരുന്നത്, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ആളുകൾ മലയാളികളാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ്. ഇവിടുത്തെ ആളുകളുടെ സങ്കടങ്ങളിൽ ഒപ്പം നിൽക്കാനാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെ അവിടേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനമാണ്. ആ തീരുമാനത്തിന് പിന്തുണ കൊടുക്കാതെ രാഷ്ട്രീയമായിട്ട് എതിർത്തുകൊണ്ട് പിന്നെ ഇത്തരം നാണംകെട്ട ന്യായങ്ങൾ പറയുന്നത് തികച്ചും ബാലിശമാണ്, തെറ്റായ നടപടിയാണ്. മാത്രമല്ല, ദുരന്തമുഖത്ത് വീണ്ടും എടുത്തു പറയുന്നു, ദുരന്തമുഖത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ പണത്തിനല്ല വിലയിടേണ്ടത്, മനുഷ്യത്വത്തിനാണ് എന്നുള്ളത് BJPയുടെ പ്രതിനിധിയോട് കൃത്യമായിട്ട് ഒന്നുകൂടി എടുത്തു പറയുകയാണ്. ഒരു നിമിഷം ജിൻഡോ, ശ്രീ കൃഷ്ണപ്രസാദ് അങ്ങേക്ക് മറുപടി പറയാം. ഇതിപ്പോ G7 ഉച്ചകോടിയിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കാൻ പോയിരിക്കുകയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി. അഭിമാനമുള്ള കാര്യമാണ്. ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മളെ കൂടി അവർ പരിഗണിക്കുന്നു എന്നതിൽ സന്തോഷം. പക്ഷേ ഈ രാജ്യത്തെ 50 പേർ തീയിൽ വെന്തിരിഞ്ഞു മരിക്കുമ്പോഴാണ് ഇറ്റലിയിലേക്ക് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രിയും അജിത് ഡോവൽ അടക്കമുള്ളവരും ഒക്കെ യാത്ര ചെയ്യുന്നത് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ആ യാത്ര ഒരു ദിവസം ഒഴിവാക്കി ഈ പറയുന്ന ഈ മൃതദേഹങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്താനും ഇവരെ ആശ്വസിപ്പിക്കാനുമായി കേരളത്തിലേക്ക് എത്തിയില്ല? അരുൺ, ആദ്യം ഈ സാമ്പത്തിക വിഷയത്തെ സംബന്ധിച്ച്, അതായത് അരുൺകുമാർ വളരെ വ്യക്തമായി യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചു വന്നിട്ട്, സ്വാഭാവികമായിട്ടും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് സാമ്പത്തികം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇവിടെ ജിൻഡോ ആദ്യം പിൻവലിക്കുന്നു. അതായത് ധനമന്ത്രിയെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി അയച്ചത് ധനനഷ്ടം കണക്കുകൂട്ടിയല്ല, അങ്ങനെ ഒരു ആർഗ്യുമെന്റ് താങ്കൾക്കില്ല. അത് അതായത്
യാതൊരു വിധത്തിലുള്ള ധനനഷ്ടവും ഇല്ല എന്ന് ആവർത്തിച്ച് അരുൺകുമാർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു അല്ല കൃഷ്ണദാസ്, വളരെ പ്ലെയിനായാണ് എന്റെ ചോദ്യം. അതായത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചതിന് പിന്നിൽ ഇങ്ങനൊരു എക്കണോമിക് ആംഗിൾ ഇല്ല, ഫിനാൻഷ്യൽ ആംഗിൾ ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്റെ ആദ്യ വാദം എന്തായിരുന്നു, ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൻമോഹൻ സിംഗ് സർക്കാർ. ജിൻഡോ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ജിൻഡോ ഇപ്പൊ വെറുതെ വാദോരാതെ കുറെ പ്രസംഗിച്ചു ഇവിടെ. ജിൻഡോ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതാരാ ഈ പ്രൊസീജിയറൊക്കെ ഉണ്ടാക്കിയതെന്ന് താങ്കൾക്ക് അറിയോ? മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും അതേപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ ഇതേ ആ സമയത്ത് തുടങ്ങിയതാണ്. പിന്നീട് പല തവണയായിട്ട് ഇത് കൊണ്ടുവരാൻ വേണ്ടി സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ എഫേർട്ട് നമ്മൾ എടുത്തിരുന്നു, ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, സിറിയയിൽ നിന്നൊക്കെ. അന്ന് ആ വലിയ എഫേർട്ട് എടുക്കുമ്പോൾ അതിന് കേരളത്തിൽ നിന്ന് പിന്തുണയായി നിന്നത് ആരാണെന്നറിയാമോ താങ്കൾക്ക്? അല്ല, അതിന് തർക്കമില്ലെന്ന് താങ്കൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒക്കെ നിലവിലിരിക്കുമ്പോൾ വിദേശത്ത് നിന്നും ഇത്തരം ദുരന്തമുഖങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ സർക്കാരിന്റെ പ്രതിനിധികൾ പോലുമല്ല, വ്യവസായ പ്രമുഖന്മാരൊക്കെയാണ് മറ്റു രാജ്യങ്ങളിലെ ഈ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളത്. അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട് സുഷമ സ്വരാജ്. അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമല്ല. അപ്പോൾ എന്താണ് സംഭവം? ഇത്തരം സാഹചര്യങ്ങളിൽ സന്ദർഭോചിതമായ തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്, അതല്ലേ ശരി? താങ്കൾ തന്നെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു, അവിടെ ഗൾഫിലുള്ള ധാരാളം NGOs, അത് KMCC ആവട്ടെ, മറ്റ് സംഘടനകളാവട്ടെ, അവരെല്ലാവരും ഏറ്റവും നല്ല പ്രവർത്തനം നടത്തി എന്ന് പറയുമ്പോൾ വിമാനത്താവളത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം റെഡിയായി നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു മന്ത്രി പോകേണ്ട ആവശ്യമുണ്ടോ? ഒന്നത്. രണ്ടാമത്തെ, താങ്കൾ ചോദിച്ചു പ്രധാനമന്ത്രി വന്നില്ല, പ്രധാനമന്ത്രി G20 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി എന്നൊക്കെ. ഇന്ന് എന്റെ മുഖ്യമന്ത്രി ലോക കേരള സഭ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തല്ലോ. 4 കോടി രൂപ ചെലവഴിച്ചിട്ട് ഉദ്ഘാടനം 2 കോടി രൂപ. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, രാജീവ് ചന്ദ്രശേഖർ എന്ന തിരുവനന്തപുരത്തെ വോട്ടർമാർ പരാജയപ്പെടുത്തിയ മുൻ കേന്ദ്രമന്ത്രിയുടെ ഒരു എക്സ്പോസ്റ്റ് വന്നിരുന്നു. ഞാനൊന്ന് വായിക്കാം. ട്രാജഡീസ് ലൈക്ക് കുവൈറ്റ് ആർ നോട്ട് ഫോർ CPM സൈറ്റ് സീയിങ്. ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ എക്സ്പോസ്റ്റ്. ഇത് എത്രമാത്രം രാഷ്ട്രീയ വിഷമാണ് കൃഷ്ണദാസ്? രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം എക്സ്പോസ്റ്റിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഇവിടെ അതായത് ഒരു സംഗതി സൂചിപ്പിക്കാനുള്ളത്, ഡോക്ടർ അരുൺ, താങ്കൾ തന്നെ പറയണു മലയാളികൾക്ക് അവിടെ പോയി ആശ്വാസം പകരാൻ ഇവിടുന്ന് മന്ത്രി പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് താങ്കളോട് ഒരു ചോദ്യം, ഇത്രയും മരണം നടന്ന ഈ ദിവസത്തിൽ എടുക്കേണ്ട ചർച്ചയാണോ ഇത്? അത് ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ അവർ വേദനിക്കുന്ന സമയത്ത് ഒരു മന്ത്രിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ചർച്ച ചെയ്യാനുള്ള ഡിബേറ്റ് എടുക്കേണ്ട വിഷയം. മന്ത്രിക്ക് പോകാൻ പറ്റാഞ്ഞതല്ല, ഈ ദുരന്തമുഖത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി ഒരു സർക്കാർ തീരുമാനിച്ച പ്രതിനിധി പോകാൻ വരുമ്പോൾ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ BJP സ്ഥാനാർത്ഥികളും മുൻ കേന്ദ്രമന്ത്രിയും സൈറ്റ് സീയിങ്ങിനാണ് കേരളത്തിന്റെ മന്ത്രി പോകുന്നത് എന്ന് എക്സ്പോസ്റ്റ് ഇടുമ്പോൾ അത് ചർച്ചയാവും സ്വാഭാവികമായും. 48 മണിക്കൂറായി ഞങ്ങളുടെ ചാനലിലടക്കം ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് കേരളത്തെ കൂടിയല്ലേ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് താങ്കൾക്ക് ഇപ്പൊ വിഷയം വീണ ജോർജ് പോകാത്തതിലാണ്. ഇന്ന് അവിടെ ലോക കേരള സഭ ഇന്ന് ഉദ്ഘാടനമാണ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ. താങ്കൾ ചോദിച്ചു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് ഔചിത്യമാണെന്ന നിലപാട് എനിക്കില്ല. ആ ലോക കേരള സഭ കൂടുന്നു എന്നത് ഔചിത്യമാണെന്ന നിലപാട് എനിക്കില്ല. അതേപോലെ ഈ ദുരന്തം 50 ഇന്ത്യക്കാർ മരിച്ചൊരു ദുരന്തമുഖത്ത് G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്നതും ഉചിതമാണെന്നൊരു നിലപാട് എനിക്കില്ല. വ്യക്തമായി തന്നെ പറയാം. നഷ്ടപരിഹാരം കൊടുത്തു. ഈ ചെലവഴിക്കുന്ന പൈസ ഈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കായിരുന്നില്ലേ? അതെന്താ താങ്കൾ ചോദിക്കാത്തത്? അതെ, മറുപടി നമുക്ക് അരുണിൽ നിന്ന് ചോദിക്കാം. അരുൺ, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അരുൺ അഞ്ചിന്റെ ജോൺ, ഞാൻ വരാം. കൃഷ്ണദാസ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ കേരള സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 കോടി രൂപ ചെലവിട്ട് കൂടുന്ന ലോക കേരള സഭ ഇന്നത്തെ ദിവസം കൂടി ഉചിതമല്ല എന്ന അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ട്. കൃഷ്ണദാസ് അത് പങ്കുവയ്ക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖരന്റെ എക്സ്പോസ്റ്റിൽ പറയുന്നത് സൈറ്റ് സീയിങ്ങിന് വേണ്ടി CPM ഈ ദുരന്തമുഖത്ത് പോകാൻ പോയത് തടഞ്ഞിരിക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ എക്സ്പോസ്റ്റ്. ഇപ്പോൾ ലോക കേരള സഭ വളരെ നേരത്തെ തീരുമാനിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കോമഡേഷനും മറ്റു കാര്യങ്ങളും ഒരുക്കങ്ങളും ഹോളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച സമയത്താണ് ഈ ദുരന്തമുണ്ടായത്.
ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനവും മറ്റെല്ലാ എന്റർടൈൻമെന്റുകളും മറ്റനുബന്ധ പരിപാടികളുമെല്ലാം മാറ്റിവെച്ച് അതിന്റെ ചെറിയ ആ സെക്ഷൻ മാത്രം പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സെമിനാറുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്നലെ വൈകുന്നേരം ആരംഭിക്കേണ്ടത് മാറ്റിവെച്ച് ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റെല്ലാവരും മന്ത്രിമാരുമെല്ലാം നെടുമ്പാശ്ശേരിയിലെത്തി ഏകദേശം ഉച്ചവരെ നെടുമ്പാശ്ശേരിയിൽ ചെലവഴിച്ച് വൈകുന്നേരമാണ് ഉദ്ഘാടന പരിപാടി നടന്നിരിക്കുന്നത്. അപ്പോൾ ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത് 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്ത് അവരുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിക്കുവാനും കഴിഞ്ഞ കേരള സഭയിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിക്കാനും അവയുടെ നേട്ടങ്ങൾ ചർച്ച ചെയ്യാനും ഏതെങ്കിലും അണ്ടർ പ്രോസസ്സിലുള്ള പ്രോഗ്രാമിനെ കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ എന്റർടൈൻമെന്റും ഉദ്ഘാടന പരിപാടികളും എല്ലാം മാറ്റിവെച്ച് അതിന്റെ അവസാന സെക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചത് കേരളത്തിന്റെ ഡൽഹിയിലുള്ള പ്രതിനിധി ശ്രീ KV തോമസുമായിട്ടാണ്. അദ്ദേഹം ഈ കേരള സഭയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ അപകടത്തിൽപ്പെട്ടവർക്ക് ശ്രീ ഏറ്റവും ആദ്യം MA യൂസഫ് അലിയും അതുപോലെ തന്നെ രവി പിള്ളയും പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള സഹായം ഉൾപ്പെടെ ഇന്ന് കേരള സഭയിൽ പങ്കെടുക്കുന്ന നിരവധി എന്റർപ്രണർമാർ, നിരവധി വിദേശ വ്യവസായികളടക്കം നിരവധി സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ജോലി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും ആ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും എല്ലാം ചെയ്തതായി ശ്രീ KV തോമസ് എന്നോടുള്ള സംസാര മധ്യത്തിൽ സൂചിപ്പിച്ചു. ഞാനിത് പറയാൻ കാരണം ലോകത്താകമാനമുള്ള മലയാളികൾക്ക് അവരുടെ വേദന പങ്കുവയ്ക്കാൻ, അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ, അവർക്ക് കേരളത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ, ആശങ്കകൾ പങ്കുവയ്ക്കാൻ അതിനുള്ള ഒരു സഭ, ഒരു വേദി അത് തന്നെയാണ് ലോക കേരള സഭ എന്ന രൂപത്തിൽ 3 കേംബ്രിഡ്ജിലെ മേയർ കൂടിയായ മലയാളി ബൈജു തിസാൻ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേരളത്തിൽ നമ്മൾ നടത്തുന്ന ഈ ലോക കേരള സഭ എന്ന മാമാങ്കം എന്തു മാറ്റമാണ് ഇതുവരെ കേരളത്തിൽ ഉണ്ടാക്കിയത്? 3 സഭ കഴിഞ്ഞല്ലോ, 4ാമത്തെ സഭയാണല്ലോ വരാൻ പോകുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവരിൽ എത്ര പേർ അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരുണ്ട്? ഇൻഷുറൻസുകാരും കമ്പനി വ്യവസായികളും അല്ലാതെ ആരാണ് ഇവിടെ വരുന്നത്? പ്രാഞ്ചിയേട്ടൻ എന്നൊരു പദം കൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, വിദേശത്തൊരു നയരൂപീകരണം നടത്താനോ നിയമനിർമ്മാണം നടത്താനോ ഈ കേരള സഭയ്ക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ഈ കേരള സഭ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇന്നലെ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ഇത് CPM-ന് പണം പിരിക്കാനുള്ള ഏർപ്പാട് എന്നതിനും അപ്പുറം ഈ സഭ കൊണ്ടൊരു പ്രയോജനവുമില്ല എന്നാണ്. അപ്പോൾ ഈ ദിവസം തന്നെ സഭ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണെങ്കിലും കൂടിയത് ഔചിത്യപൂർണ്ണമാണോ എന്നതാണ് ചോദ്യം. അരുൺ, അതെ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘടനയും മനസ്സിലാക്കാത്തവർ പരസ്പര വിരുദ്ധമായ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലോക കേരള സഭയിൽ വിദഗ്ധ തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ, കെയർ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, നിർമ്മാണ തൊഴിലാളി, IT പ്രൊഫഷണൽ, സാങ്കേതിക വിദഗ്ധന്മാർ, യുവ സംരംഭകർ, അതുപോലെ എഴുത്തുകാർ, വ്യവസായികളടക്കം 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം 67 കാര്യങ്ങളാണ് ഒരു ശുപാർശ എന്ന രൂപത്തിൽ തയ്യാറാക്കിയത്. അതിൽ 11 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനാ വിഷയം മാത്രമായതിനാൽ അങ്ങോട്ട് വിട്ടു. ബാക്കി 56 കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഈ കേരള സഭയുടെ വെബ്സൈറ്റിൽ തന്നെ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രവാസി മിത്രവുമായും പ്രവാസികളുടെ റവന്യൂ പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രവാസി ക്ഷേമനിധി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ പ്രവാസി ഭദ്രതാ പദ്ധതികൾ വഴി, അതുപോലെ എത്രയോ ആകർഷകമായിട്ടുള്ള പദ്ധതികൾ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്കാണ് വിദേശത്തുള്ള പ്രവാസികൾക്ക് നിയമസഹായം കൊടുത്തത്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കിയത്, നോർക്ക അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോർക്കയുടെ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്തത്. അത്തരത്തിൽ 56 കാര്യങ്ങളിൽ നടത്തിയ പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള പൂർത്തീകരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയെല്ലാം ഇതിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാണ്. അതുകൊണ്ട് സംശയമുള്ളവർക്ക് ഈ ലോക കേരള സഭയുടെ വെബ്സൈറ്റിൽ ലോകത്തെല്ലാമുള്ള മലയാളികൾക്ക് അവരുടെ ആശങ്കയും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ ഒരു വേദി, ആ വേദി വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഔചിത്യപൂർണ്ണമായ ഒരു നടപടിയല്ല എന്നാണ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ലോക കേരള സഭ കൂടുന്നതിന്റെ ഔചിത്യത്തെയാണ് കൃഷ്ണദാസും ചൂണ്ടിക്കാണിക്കുന്നത്. ജിൻഡോ, അല്ല അരുൺകുമാർ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യത്തോട്, ഈ നികുതി പണം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന സന്ദർശനങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം വല്ലാതെ വേവലാതിപ്പെടുന്നത് നമ്മൾ കേട്ടു. അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ ലോക കേരള സഭയെക്കുറിച്ച് പറയാം. ഇവിടെ നരേന്ദ്രമോദി നമ്മുടെ കന്യാകുമാരിയിൽ വന്ന് ധ്യാനത്തിനിരുന്നു. നമ്മുടെയൊക്കെ നികുതി പണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാനം നടത്തി. അദ്ദേഹത്തിന്റെ ചെലവോ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവോ അദ്ദേഹത്തിന്റെ പാർട്ടി ചെലവില്ലല്ലോ അത് നടത്തിയ നികുതി പണമല്ലേ. അപ്പോൾ ഇന്ന് കേരളത്തിന്റെ ഒരു മന്ത്രി വിദേശത്തേക്ക് അവിടുത്തെ ആളുകളെ ദുരന്തമുഖത്ത് സന്ദർശിക്കാൻ പോകുന്നതിന്റെ നികുതി പണത്തെക്കുറിച്ച് ആശങ്ക കൊള്ളുന്ന BJP-ക്കാർ അന്ന് അതിനെക്കുറിച്ച് നമ്മൾ കണ്ടില്ല. രണ്ടാമത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ്. എല്ലാ പ്രൊസീജിയേഴ്സിനേക്കാളും വലുതാണ് മനുഷ്യത്വം എന്നുള്ളത് BJP-ക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് താങ്കൾ പറയുന്ന കാര്യം, ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൃത്യമായിട്ടുള്ള എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം 3 ലോക കേരള സഭകൾ നടത്തിയിട്ടും എന്താണ് അതിന്റെ ആക്ച്വൽ റിസൾട്ട് എന്ന് ഇതിന് കേരളത്തിന്റെ മുമ്പിൽ ഫാക്ച്വലായിട്ട് പറയാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. 4ാമത് നടത്തുന്നതും സാമ്പത്തിക ധൂർത്തും കെടുകാര്യസ്ഥതയ്ക്കും മാത്രം വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. ഈ 2 സർക്കാരുകൾക്കും വകതിരിവിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നടത്തുന്ന സമയം
സാഹചര്യം, സന്ദർഭം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വകതിരിവ് വേണം. എത്ര വലിയ ഭരണാധികാരികളായാലും എത്ര ധാർഷ്ട്യമുള്ളവരായാലും ദുരന്തമുഖത്തൊക്കെ ലോക കേരള സഭയൊക്കെ നടത്തി ഇത്തരം മാമാങ്കങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതിന്റെ ചർച്ചയേക്കാൾ അപ്പുറം ഇപ്പോൾ ഇത് നടത്തുമ്പോൾ ഈ വകതിരിവ് എന്നുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൂടി ബാധകമാണ് എന്ന് കാര്യം പറയുന്നു. ദീർഘമായിട്ടുള്ള ഉദ്ഘാടന പ്രസംഗങ്ങളും മാറ്റിവെച്ചു. അല്ല, നിങ്ങൾ കഴിഞ്ഞ 3 പ്രാവശ്യം നടത്തിയ എന്റർടൈൻമെന്റുകളുടെ ഫലം എന്താണെന്ന് കൂടി പറയണം അരുൺകുമാറെ. കഴിഞ്ഞ 3 പ്രാവശ്യം നടത്തിയ എന്റർടൈൻമെന്റുകളുടെ ഫലം എന്താണ്? എത്ര പ്രവാസികൾക്ക് അനുഗുണമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഗുണകരമായിട്ടുള്ള എന്ത് പരിപാടികളാണ് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത്? ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ല, നിങ്ങൾ ഈ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടി നേതാക്കന്മാർക്ക് മുന്തിയ ഭക്ഷണം കഴിക്കാനും വലിയ ഹോട്ടലിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നതിന് വേണ്ടി ലോക കേരള സഭ എന്ന പേരിൽ മാമാങ്കം നടത്തുമ്പോൾ ഈ സംസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള സാമൂഹ്യ വികസനത്തിന് അനുകൂലമായിട്ടുള്ള എന്ത് നടപടികളാണ് കഴിഞ്ഞ 3 സഭയിൽ നിന്ന് ഇവിടെ നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്? അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കണ്ടേ? നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിലവിൽ കേരളത്തിലുള്ള പ്രവാസികൾ തിരിച്ചു വന്ന പ്രവാസികൾക്ക് ഇവിടെ നിലവിലുള്ള പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള എന്ത് നടപടിയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? സർക്കാർ എത്ര നഷ്ടപരിഹാരം കൊടുക്കും? അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. ഓക്കെ, നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വാചകത്തിൽ നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എല്ലാ പ്രൊസീജിയറുകൾക്കും അപ്പുറമാണ് മനുഷ്യത്വം എന്ന് പറയുന്ന വികാരം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാനവികത എന്നുള്ള ആശയം. നമ്മളുടെ സഹോദരങ്ങളാണ് എരിഞ്ഞൊടുങ്ങിയതും മണ്ണിലേക്ക് അമരുന്നതും. ഇനി എന്തു സംഭവിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന വീടുകളുണ്ട്, ബന്ധുക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, രക്ഷിതാക്കളുണ്ട്, പങ്കാളികളുണ്ട്. അവർക്കൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. അതിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും തടസ്സമാകരുത്. അങ്ങനെയാണെങ്കിൽ അതാകരുത് നമ്മുടെ സ്റ്റാൻഡേർഡ്. Debate with Arun Kumar.